ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 5-ാം അധ്യായം. ഇതിൽ 5-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഋഷഭദേവൻ്റെ ഉപദേശം ആണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ അഥ പഞ്ചമോധ്യായ. ഋഷഭ ഉവാച നായം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേദ്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം മഹത്സേവാം ദ്വാരമാഹുർവിമുക്തേ സ്തമോ ദ്വാരം യോഷിതാം സംഗിസംഗം മഹാന്തസ്തേ സമചിത്താ പ്രശാന്ത വിമന്യവ സുഹൃദ സാധവോ യേ വാ മയീശേ കൃതസൗഹൃദാർത്ഥാഃ ജനേഷു ദേഹം ഭരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാതിമൽസു ന പ്രീതിയുക്താ യാവദർത്ഥാശ്ച ലോകേ നൂനം പ്രമത്തഃ കുരുതേ വികർമ്മ യദീന്ദ്രിയ പ്രീതയ ആപ്നോതി ന സാധു മന്യേ യദാത്മനോയമസൽ അസന്നപി ക്ലേശദ ആസദേഹ പരാഭവേസ്താവദബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവത് ക്രിയാസ്താവദിദം മനോ വൈ കർമ്മഭഗം യേന ശരീരബന്ധ. അടുത്ത ശ്ലോകമാണ് എടുക്കാനുള്ളത്. 6-ാമത്തെ ശ്ലോകം. ഏവം മനഃ കർമ്മവശം പ്രയുക്തേ അവിദ്യയാത്മന്യുപധീയമാനേ പ്രീതിർനയാവന്മയി വാസുദേവേ നമുച്യതേ ദേഹയോഗേന താവത്. ഏവം മനഃ കർമ്മവശം പ്രയുക്തേ അവിദ്യയാത്മന്യുപധീയമാനേ പ്രീതിർനയാവന്മയി വാസുദേവേ നമുച്യതേ ദേഹയോഗേന താവത്. അപ്പോൾ അവിദ്യയാ, ആ മായാശക്തിയാൽ ആ ആത്മസ്വരൂപം മറയ്ക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട്? ഇപ്രകാരമുള്ള കർമ്മബന്ധം കൊണ്ട് മായാശക്തിയാൽ ആ ആത്മസ്വരൂപം മറയ്ക്കപ്പെടുമ്പോൾ ആ മനസ്സിനെ പിന്നെയും ആ കർമ്മം സ്വാധീനിക്കുന്നു. വാസുദേവനായിരിക്കുന്ന എന്നിൽ ഭക്തി ഏതുവരെ ഇല്ലയോ അത്രയും കാലം ആ ശരീരബന്ധത്തിൽ മോചിക്കപ്പെടുന്നില്ല. ഏവം മനഃകർമ്മവശം പ്രയുക്ത, ഇപ്രകാരം ആ മനസ്സ് കർമ്മവശത്താൽ പിന്നെയും സ്വാധീനിക്കുന്നു. അവിദ്യയാത്മന്യുപധീയമാനേ, മായാശക്തിയാൽ ആത്മസ്വരൂപം മറയ്ക്കപ്പെടുന്നു. പ്രീതിർനയാവന്മയി വാസുദേവേ, എന്നിൽ ഭക്തി എപ്പോഴാണോ വാസുദേവനായിരിക്കുന്ന എന്നിൽ ഭക്തി ഏതുവരെ ഇല്ലയോ നമുച്യതേ, അവൻ ഈ ശരീരബന്ധത്തിൽ നിന്ന് മോചിതനാവുന്നില്ല. നമുച്യതേ ദേഹയോഗേന, ശരീരമാകുന്ന ആ ബന്ധത്തിൽ നിന്നും മോചിതനാവുന്നില്ല. നമുച്യതേ ദേഹയോഗേന താവത് എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം അവിദ്യയാ, മായാശക്തിയാൽ ആത്മനി, ആത്മസ്വരൂപം ഉപധീയമാനേ, മറയ്ക്കപ്പെടുമ്പോൾ ഏവം ഇപ്രകാരമുള്ള കർമ്മബന്ധം മനസ്സിനെ വശം പ്രയുക്തേ, പിന്നെയും സ്വാധീനിക്കുന്നു. വാസുദേവേ, വാസുദേവനായിരിക്കുന്ന മൈ എന്നിൽ പ്രീതി ഭക്തി യാവത് ന, ഏതുവരെ ഇല്ലയോ താവത് അത്രയും കാലം ദേഹയോഗേന, ആ ശരീരബന്ധത്താൽ ന മുച്യതേ, മോചിക്കപ്പെടുന്നതല്ല. എന്നുകൂടി പറയാം. അവിദ്യയാ, മായാശക്തിയാൽ ആത്മനി, ആത്മസ്വരൂപം ഉപധീയമാനേ, മറയ്ക്കപ്പെടുമ്പോൾ ഏവം ഇപ്രകാരമുള്ള കർമ്മബന്ധം മനസ്സിനെ വശം പ്രയുക്തേ, പിന്നെയും സ്വാധീനിക്കുന്നു. വാസുദേവേ, വാസുദേവനായിരിക്കുന്ന മൈ എന്നിൽ പ്രീതി ഭക്തി യാവത് ന, ഏതുവരെ ഇല്ലയോ താവത് അത്രയും കാലം ദേഹയോഗേന, ശരീരബന്ധത്താൽ
ന മുച്യതേ മോചിക്കപ്പെടുന്നതല്ല. അവിദ്യ ആത്മാവിനെ കീഴടക്കുമ്പോൾ മനസ്സ് കർമ്മത്തിന് പ്രേരിതമാകും. അജ്ഞാനം ആ ആത്മാവിനെ കീഴടക്കുമ്പോൾ മനസ്സ് കർമ്മത്തിൽ പ്രേരിതമാകും. ഈശ്വരനായിരിക്കുന്ന നമ്മിൽ പ്രീതി വരാത്തിടത്തോളം ആ മനസ്സ് ദേഹത്തെ കൊണ്ട് കർമ്മം ചെയ്യാതിരിക്കയില്ല. എപ്പോഴാണോ എന്നിൽ ആ ഭക്തി വരുന്നത് അപ്പോഴേ ആ കർമ്മം ദേഹത്തിൽ നിന്നും വിട്ടുപോവുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രീതിർന്നയാവന്മയി വാസുദേവേ നമുച്യത്തെ ദേഹയോഗേന താവത് ഏവം മനഃകർമ്മവശം പ്രയുക്തേ അവിദ്യയാ ആത്മനി ഉപധീയമാനേ പ്രീതിർന്നയാവന്മയി വാസുദേവേ നമുച്യത്തെ ദേഹയോഗേന താവത്. അപ്പോൾ അവിദ്യയാ ജ്ഞാനത്താൽ ആത്മനി ആത്മാവ് ഉപധീയമാനെ ആച്ഛാദിക്കപ്പെട്ടിരിക്കുമ്പോൾ ഏവം മനഃ ഇപ്രകാരം മനസ്സ് പുരുഷം ആ പുരുഷനെ കർമ്മവശം പ്രയുക്തേ കർമ്മത്തിന് അധീനനാക്കുന്നു. പുരുഷനെ ആ കർമ്മത്തിന് അധീനനാക്കുന്നു. വാസുദേവേമയി വാസുദേവനായിരിക്കുന്ന എന്നിൽ യാവത് ന പ്രീതിഹി ഏതുവരെ പ്രീതിയില്ലയോ താവത് അതുവരെ ദേഹയോഗത്താൽ ന മുച്യതേ മോചിക്കപ്പെടുന്നില്ല. അവിദ്യയാ ആത്മനി ഉപധീയമാനേ അജ്ഞാനത്താൽ ആത്മാവ് ആച്ഛാദിക്കപ്പെട്ടിരിക്കുമ്പോൾ ഏവം മനഃ ഇപ്രകാരം മനസ്സ് പുരുഷം കർമ്മവശം ആ പുരുഷനെ അകർമാധീനനാക്കുന്നു. വാസുദേവേമയി വാസുദേവനായിരിക്കുന്ന യാവത് ന പ്രീതിഹി വാസുദേവനായിരിക്കുന്ന എന്നിൽ യാവത് ന പ്രീതി ഏതുവരെ പ്രീതിയില്ലയോ താവത് അതുവരെ ദേഹയോഗത്താൽ ന മുച്യതേ മോചിക്കപ്പെടുന്നില്ല. അവിദ്യയാ ആത്മനി ഉപധീയമാനേ ഏവം കർമ്മ മനഃ വശം പ്രയുക്തേ വാസുദേവേ മയി പ്രീതി യാവത് ന താവത് ദേഹയോഗേന ന മുച്യതേ. മായാശക്തിയാൽ ആത്മസ്വരൂപം മറയ്ക്കപ്പെടുമ്പോൾ ഇപ്രകാരമുള്ള കർമ്മബന്ധം പിന്നെയും മനസ്സിനെ സ്വാധീനിക്കുന്നു. വാസുദേവനായിരിക്കുന്ന എന്നിൽ ഏതുവരെ ആ ഭക്തിയില്ലയോ അത്രയും കാലം ശരീരബന്ധത്താൽ അത് മോചിക്കപ്പെടുന്നതല്ല. അത് തന്നെയാണ് അവിദ്യയാ ആത്മനി ഉപധീയമാനേ ഏവം മനഃ പുരുഷം കർമ്മവശം വാസുദേവേ മയി യാവത് ന പ്രീതിഹി താവത് ദേഹയോഗേന ന മുച്യതേ. അജ്ഞാനത്താൽ ആത്മാവ് ആച്ഛാദിക്കപ്പെട്ടിരിക്കുമ്പോൾ ഇപ്രകാരം മനസ്സ് ആ പുരുഷനെ കർമ്മത്തിന് അധീനനാക്കുന്നു. വാസുദേവനായിരിക്കുന്ന എന്നിൽ ഏതുവരെ പ്രീതിയില്ലയോ അതുവരെ ആ ദേഹയോഗത്താൽ മോചിപ്പിക്കപ്പെടുന്നില്ല. ജ്ഞാനത്താൽ ആത്മസ്വരൂപം മറയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ കർമ്മവാസനായുക്തമായ മനസ്സ് ആ പുരുഷനെ വിട്ടുപിരിയുന്നില്ല. അതിനാൽ പുരുഷന് ദേഹയോഗം പിന്നെയും ഉണ്ടാകുന്നു. ചിത്തത്തിൽ അധിവസിക്കുന്ന അന്തര്യാമിയായിരിക്കുന്ന വാസുദേവനായിരിക്കുന്ന എന്നിൽ പരമപ്രീതി ജനിക്കുന്നത് വരെ പുരുഷന് സംസാരത്തിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരുന്നു. അവിദ്യയാ ആത്മനി ഉപധീയമാനേ സതി കർമ്മ മനഃ വശം പ്രയുക്തേ. അജ്ഞാനത്താൽ ആ ആത്മതത്വം മറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പൂർവം ചെയ്ത കർമ്മം മനസ്സിനെ അടിമപ്പെടുത്തുന്നു. അല്ലെങ്കിൽ മനഃ എന്നത് കർത്താവാക്കിയിട്ട് മനസ്സ് പുരുഷനെ കർമാധീനനാക്കുന്നു എന്ന് അർത്ഥം ആവാം. അപ്പോൾ കർമ്മവശം എന്നത് ഒരു പദമാവും. മയി വാസുദേവേ യാവത് പ്രീതിഹി ന താവത് ദേഹയോഗേന ന മുച്യതേ. ഏതുവരെ സർവാശ്രയനും സ്വയം പ്രകാശനുമായിരിക്കുന്ന എന്നിൽ ഭക്തി ഭവിക്കുന്നില്ലയോ അതുവരെ ദേഹബന്ധത്താൽ മോചിക്കപ്പെടുകയില്ലെന്നത് തന്നെ. അപ്പോൾ അങ്ങനെ
മോചിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിന് വ്യാഖ്യാനം പറഞ്ഞത് എന്താ നോക്കാം. വ്യാഖ്യാനത്തിൽ യാവത് അല്ല എന്താ യേന തപസാനന്ദം ബ്രഹ്മസുഖം ഭവത് അല്ലാതെ യാവത് ക്രിയാസ്താവത് മനഃ, ഏതുവരെ ക്രിയയുണ്ടോ അതുവരെ മനസ്സ്. കർമ്മസ്വഭാവം സ്യാത്, കർമ്മസ്വഭാവം കൊണ്ട് ഏന ശരീരബന്ധോ ഭവതി, ആ ശരീരബന്ധത്തിൽ ഭവിക്കണു. യാവത് വാസുദേവേ പ്രീതിംന, ഏതുവരെ വാസുദേവനിൽ പ്രീതിയില്ലയോ, പ്രീതിംന കരോതി ചെയ്യുന്നില്ലയോ, താവത് അതുവരെ ദേഹേന ന മുച്യതേ, ദേഹത്തിൽ നിന്നും നമുക്ക് മോചിതനാവാൻ, ദേഹബന്ധത്തിൽ നിന്നും നമുക്ക് മോചിതനാവാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം. യാവത് ക്രിയാസ്താവത് മനഃ, ഏതുവരെ ക്രിയകളുണ്ടോ അതുവരെ, കർമ്മമുണ്ടോ അതുവരെ മനസ്സ് കർമ്മസ്വഭാവം സ്യാത്, ആ കർമ്മസ്വഭാവം കൊണ്ട് ഏന ശരീരബന്ധോ ഭവതി, ഈ ശരീരമാകുന്ന ബന്ധത്തിൽ കഴിയുന്നു. യാവത് വാസുദേവേ പ്രീതിം ന കരോതി, വാസുദേവനിൽ ഭക്തി ഏതുവരെ ചെയ്യുന്നില്ലയോ, താവത് അതുവരെ ദേഹേന നിമുച്യതേ, ദേഹത്തിൽ നിന്നും ആ കർമ്മബന്ധം മോചിതമാവുന്നില്ല. അപ്പോൾ ഒന്നും കൂടി പറയാം. യാവത് ക്രിയാസ്താവത് മനഃ കർമ്മസ്വഭാവം സ്യാത് യേന ശരീരബന്ധോ ഭവതി, യാവത് വാസുദേവേ പ്രീതി ന കരോതി താവത് ദേഹേന ന മുച്യതേ. അതാണ് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ആയിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 7ാമത്തെ ശ്ലോകം ആണ്. യദാ ന പശ്യത്യയഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്തഃ സഹസാ വിപശ്ചിൽ ഗതസ്മൃതിർവിന്ദതി തത്ര താപാനാസാദ്യമൈഥുന്യമഗാര അജ്ഞഃ. യദാ ന പശ്യത്യയഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്തഃ സഹസാ വിപശ്ചിത് ഗതസ്മൃതിർവിന്ദതി തത്ര താപാനാസാദ്യമൈഥുന്യമഗാരമജ്ഞഃ. ആ സ്വന്തം ആ ജീവിത ലക്ഷ്യത്തിൽ സ്വാർത്ഥേ സ്വന്തം ആ ജീവിത ലക്ഷ്യത്തിൽ പ്രമത്തഃ മനസ്സിരുത്താതെ ഏതുവരെ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ട ഗുണേഹാം ഏതുവരെ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ട മിഥ്യയെന്ന് അസ്വബോധത്തോടെ കാണാത്തിടത്തോളം കാലം താമസം എന്നെ ആ ജ്ഞാനം നശിച്ചിട്ട് മൂഢനായി തീർന്നിട്ട് ആ ഭൂതിയുള്ള അകാരത്തെ ആ ഗൃഹത്തെ പ്രാപിച്ച് ക്ലേശങ്ങളെ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. യഥാന പശ്യത്യയഥാ ഗുണേഹ ഏതുവരെ മിഥ്യയെന്ന് അയഥ ഗുണേഹം ഏതുവരെ മിഥ്യയെന്ന് ആ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ട കൊണ്ട് ആ സ്വാർത്ഥം പ്രമത്തരായിട്ട് സ്വബോധത്തോടെ അതിനെ കാണാത്തിടത്തോളം കാലം താമസം ഇല്ലാതെ തന്നെ. അപ്പോൾ അതേ ഇതിൽ അങ്ങോട്ട് പോവുകയാണ് കർമ്മബന്ധത്തിൽ. അങ്ങനെ അതാണ് ശരി എന്നുള്ള നിലയ്ക്ക് അതിലങ്ങനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജ്ഞാനം നശിച്ച് അത് മിഥ്യയാണെന്നുള്ള നശിച്ചിട്ട് ദേഹാഭിമാനം വളർന്നിട്ട് മൂഢനായി തീർന്നിട്ട് ആ വിഷയസുഖാനുഭൂതിയിലുള്ള ഗതസ്മൃതിർവിന്ദതി ആ ജ്ഞാനം നശിച്ചെന്നർത്ഥം. വിന്ദതി തത്ര താപാനാസാദ്യ താപങ്ങളെ ക്ലേശങ്ങളെ അനുഭവിക്കുന്നു. വിന്ദന്തി അകാരം സ്വാർത്ഥയെ സ്വന്തം ജീവിത ലക്ഷ്യത്തിൽ പ്രമത്തഃ മനസ്സിരുത്താതെ യഥാ ഏതുവരെ ഗുണേഹാം ആ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ട അയഥാ മിഥ്യയെന്ന് വിപശ്ചിൽ സ്വബോധത്താൽ ന പശ്യതി തത്ര കാണാത്തിടത്തോളം കാലം സഹസാ താമസമെന്നേ ഗതസ്മൃതി ജ്ഞാനം നശിച്ച് അജ്ഞഃ മൂഢനായിത്തീർന്ന് മൈഥുന്യം
വിഷയസുഖാനുഭൂതിയിൽ ഉള്ള ഭൂതിയുള്ള അകാരം ആ ഗൃഹത്തെ ആസാദ്യ പ്രാപിച്ച് താപാൻ ക്ലേശങ്ങളെ വിന്ദതി അനുഭവിക്കുന്നു. സ്വാർത്ഥേ സ്വന്തം ജീവിത ലക്ഷ്യത്തിൽ പ്രമത്ത മനസ്സിരുത്താതെ ഏതുവരെ ഗുണേഹാം ആ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ട അയഥാ മിഥ്യയെന്ന് വിപശ്ചിൽ സ്വബോധത്തോടെ ന പശ്യതി തത്ര കാണാത്തിടത്തോളം കാലം സഹസാ താമസമെന്നേ ഗതസ്മൃതി ജ്ഞാനം നശിച്ച് അജ്ഞ മൂഢരായിത്തീർന്ന് മൈഥുന്യം വിഷയ സുഖാനുഭൂതിയിൽ ഉള്ള അകാരം ആ ഗൃഹത്തെ ആസാദ്യ പ്രാപിച്ച് താപാൻ ക്ലേശങ്ങളെ വിന്ദതി അനുഭവിക്കുന്നു. സ്വാർത്ഥേ പ്രമത്തഃ യഥാ ഗുണേഹാം അയഥാ വിപശ്ചിൽ ന പശ്യതി തത്ര സഹസാ ഗതസ്മൃതി അജ്ഞഃ മൈഥുന്യഃ അകാരം ആസാദ്യ താപാൻ വിന്ദതി. സ്വാർത്ഥേ പ്രമത്തഃ യഥാ ഗുണേഹാം അയഥാ വിപശ്ചിത് ന പശ്യതി തത്ര സഹസാ ഗതസ്മൃതി അജ്ഞഃ മൈഥുന്യം അകാരം ആസാദ്യ താപാൻ വിന്ദതി. സ്വന്തം ജീവിത ലക്ഷ്യത്തിൽ മനസ്സിരുത്താതെ ഏതുവരെ ആ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ട മിഥ്യയെന്ന് സ്വബോധത്തോടെ കാണാത്തിടത്തോളം കാലം താമസമെന്നേ ജ്ഞാനം നശിച്ച് മൂഢനായിത്തീർന്ന് വിഷയസുഖാനുഭൂതിയുള്ള ആ ഗൃഹത്തെ പ്രാപിച്ച് ക്ലേശങ്ങളെ അനുഭവിക്കുന്നു. വിവേകിയായവന് ആ ജീവിത ലക്ഷ്യബോധം ആ സ്വന്തം ജീവിത ലക്ഷ്യത്തിൽ മനസ്സിരുത്താതെ ഏതുവരെ ഇന്ദ്രിയങ്ങളുടെ ചേഷ്ട മിഥ്യയെന്ന് ആ സ്വബോധത്തോടെ കാണാത്തിടത്തോളം കാലം നിർത്തും. വിവേകിയായവന് ജീവിത ലക്ഷ്യബോധം വേണം. അല്ലാതിരുന്നാൽ ശരീരം ഇന്ദ്രിയങ്ങൾ ഇവകൾ ആ ആത്മസംബന്ധികളല്ലെന്ന് വിചാരിച്ചിട്ട് ആ ലക്ഷ്യബോധം വിസ്മരിച്ചിട്ട് സ്ത്രീ പുരുഷ ബന്ധ പ്രധാനമായിരിക്കുന്ന ഗൃഹസ്ഥാശ്രമത്തിൽ ആസക്തനായിട്ട് ദുഃഖിക്കേണ്ടി വരും. ആണ് യഥാന്ന് പശ്യതി അയഥാ ഗുണേഹാം സ്വാർത്ഥേ പ്രമത്ത സഹസാ വിപശ്ചിൽ ഗതസ്മൃതി വിന്ദതി തത്ര താപാൻ ആസാദ്യ മൈഥുന്യ അകാരമജ്ഞഃ. വിപശ്ചിൽ വിവേകിയായിട്ട് ഗുണേഹാം ആ ഇന്ദ്രിയ വ്യാപാരത്തെ അയഥ ശരിയല്ലെന്ന് യഥാന പശ്യതി എപ്പോൾ കാണുന്നില്ലയോ സഹസ പെട്ടെന്ന് സ്വാർത്ഥേ സ്വപ്രയോജനത്തിൽ പ്രമത്തഃ മനസ്സിരുത്താത്തവരും ഗതസ്മൃതി സ്മൃതിയില്ലാത്തവരും അജ്ഞഃ ആത്മാവിനെ അറിയാത്തവനുമായിട്ട് മൈഥുന സുഖ പ്രധാനമായിരിക്കുന്ന അകാരം ഗൃഹത്തെ ആസാദ്യ പ്രാപിച്ചിട്ട് തത്ര അതിൽ താപാൻ ദുഃഖങ്ങളെ വിന്ദതി പ്രാപിക്കുന്നു. വിപശ്ചിത് വിവേകിയായിട്ട് ഗുണേഹ ഇന്ദ്രിയ വ്യാപാരത്തെ അയഥ ശരിയല്ലെന്ന് യഥാന പശ്യതി എപ്പോൾ കാണുന്നില്ലയോ സഹസാ പെട്ടെന്ന് സ്വാർത്ഥേ സ്വപ്രയോജനത്തിൽ പ്രമത്തഃ മനസ്സിരുത്താത്തവരും ഗതസ്മൃതി സ്മൃതിയില്ലാത്തവനും അജ്ഞഃ ആത്മാവിനെ അറിയാത്തവനും ആയിട്ട് മൈഥുന സുഖപ്രധാനമായിരിക്കുന്ന അകാരം ഗൃഹത്തെ ആസാദ്യ പ്രാപിച്ചിട്ട് തത്ര അതിൽ താപാൻ ദുഃഖങ്ങളെ വിന്ദതി പ്രാപിക്കുന്നു. ഇപ്പോൾ വിപശ്ചിൽ ഗുണേഹാം അയഥാ യഥാന പശ്യതി സഹസാ പ്രമത്തഃ ഗതസ്മൃതി അജ്ഞഃ മൈഥുന്യം അകാരം ആസാദ്യ തത്ര താപാൻ വിന്ദതി. വിവേകിയായിട്ട് ആ ഇന്ദ്രിയ വ്യാപാരത്തെ ശരിയല്ലെന്ന് എപ്പോൾ കാണുന്നില്ലയോ പെട്ടെന്ന് അസ്വപ്രയോജനത്തിൽ മനസ്സിരുത്താത്തവരും സ്മൃതിയില്ലാത്തവനും ആത്മാവിനെ അറിയാത്തവനുമായിട്ട് ആ മൈഥുന സുഖപ്രധാനമായിരിക്കുന്ന ഗൃഹത്തെ പ്രാപിച്ചിട്ട് അതിൽ ദുഃഖങ്ങളെ പ്രാപിക്കുന്നു. ദേഹയോഗം മാത്രമല്ല അനർത്ഥം, അനന്തതാപങ്ങളെയും അനുഭവിക്കേണ്ടി വരുമെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങളുടെ ആ പ്രവൃത്തി ആത്മസുഖത്തെ വർദ്ധിപ്പിക്കുന്നതിനല്ല, ആത്മാനർത്ഥങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനാണ്
അതിനാൽ അത് അനുവദിച്ചുകൂടാ എന്നുള്ള ആ വിചാരം ഉണ്ടാകാതെ ഇരിക്കുന്നവൻ വിദ്വാനല്ല. അപ്പോൾ ദേഹാത്മഭാവനയോടുകൂടിയ ആ അജ്ഞൻ ആത്മഗുണം എന്താണെന്ന് അറിയുന്നവനല്ല എന്നർത്ഥം. അവൻ്റെ ആ സ്വാർത്ഥം നശിക്കുന്നു. ആത്മസ്വരൂപം അറിയാൻ അവന് സാധിക്കുന്നില്ല. അപ്പോൾ ആ സ്ത്രീ സുഖപ്രധാനമായിരിക്കുന്ന ഗൃഹത്തെ ആദരിക്കുന്നു. അതിനാൽ അനന്ത ദുഃഖങ്ങളെ അവൻ അനുഭവിക്കേണ്ടതായിട്ടും വരുന്നു. അപ്പോൾ സ്വാർത്ഥേ പ്രമത്തഃ യഥാ വിപശ്ചിൽ സൻ ഗുണേഹാം അയഥാന പശ്യതി തദാ സഹസാ ഗതസ്മൃതി അജ്ഞഃ മൈഥുന്യം അകാരം ആസാദ്യ താപാൻ വിന്ദതി. ജീവിത ലക്ഷ്യത്തെപ്പറ്റി ചിന്തയില്ലാത്ത മനുഷ്യൻ എപ്പോൾ വിവേകിയായിത്തീർന്ന് ആ ശരീരേന്ദ്രിയാദികളുടെ ചേഷ്ടകളെ ആത്മസംബന്ധികളല്ലെന്ന് അറിയുന്നില്ലയോ, അപ്പോൾ പെട്ടെന്ന് മുമ്പുള്ള സ്മരണ പോലും നഷ്ടപ്പെട്ട് അജ്ഞാന ആവൃതനായിട്ട് വെറും ഭോഗപ്രധാനമായിരിക്കുന്ന ഗൃഹം പ്രാപിച്ച് അനന്ത ദുഃഖങ്ങളെ പ്രാപിക്കുന്നു. യഥാന പ്രമത്തഃ, ഏതുവരെ ആ പ്രമത്തനായിരുന്നിട്ട് ഇന്ദ്രിയചേഷ്ടാം, ആ ഇന്ദ്രിയചേഷ്ടകളെ മിഥ്യാന പശ്യതി, മിഥ്യയായിട്ട് അറിയുന്നില്ലയോ, തഥാ അതുവരെ സ്വരൂപസ്മൃതിശൂന്യ, സ്വസ്വരൂപത്തെ അവബോധം ശൂന്യമായിട്ട് സൻ, അങ്ങനെ ആ മൈഥുന സുഖം ഗൃഹം, ആ ഗൃഹം തുടങ്ങിയിട്ടുള്ള ഗൃഹം, ആഹാരം, മൈഥുനം തുടങ്ങിയിട്ടുള്ള ആ ഗൃഹത്തിൻ്റെ ആ ഗുണങ്ങളെ പ്രാപിച്ചിട്ട് താപാൻ വിന്ദതി, ക്ലേശങ്ങളെ അനുഭവിക്കുന്നു എന്നർത്ഥം. യഥാജ പ്രമത്തഃ സന്നിന്ദ്രിയചേഷ്ടാം മിഥ്യാത പശ്യതി, അങ്ങനെ ഏതുവരെ ആ പ്രമത്തനായിട്ട് ഇന്ദ്രിയചേഷ്ടകളിൽ മിഥ്യാബോധം കാണുന്നില്ലയോ, തഥാ അതുവരെ സ്വരൂപസ്മൃതി ശൂന്യനായിട്ട് മൈഥുന സുഖം ഗൃഹം, ആ വിഷയസുഖങ്ങളെ ഗൃഹം ഇവയെ പ്രാപിച്ചിട്ട് പ്രാപ്യ താപാൻ വിന്ദതി, താപങ്ങളെ ആ ദുഃഖങ്ങളെ പ്രാപിക്കുന്നു. അപ്പോൾ യഥാജ പ്രമത്തഃ സന്നിന്ദ്രിയ ചേഷ്ടാം മിഥ്യാന പശ്യതി തഥാ സ്വരൂപസ്മൃതിശൂന്യ സൻ മൈഥുനസുഖം ഗൃഹം പ്രാപ്യ താപാൻ വിന്ദതി എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ പറയണത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 8ാമത്തെ ശ്ലോകം. പുംസഃ സ്ത്രിയാ മിഥുനീഭാവമേതം തയോർമിഥോ ഹൃദയഗ്രന്ഥിമാഹുഃ അതോ ഗൃഹക്ഷേത്രസുതാപ്തവിത്തേർജനസ്യ മോഹോയമഹം മമേതി. പുംസഃ സ്ത്രിയാ മിഥുനീഭാവമേതം തയോർമിഥോ ഹൃദയഗ്രന്ഥിമാഹുഃ അതോ ഗൃഹക്ഷേത്രസുതാപ്തവിത്തേർജനസ്യ മോഹോയം അഹം മമേതി. പുരുഷൻ്റെയും സ്ത്രീയുടെയും ഈ ഇണക്കത്തെ അവർക്ക് പരസ്പരമുള്ള ഹൃദയഗ്രന്ഥിയാണെന്ന് മഹാന്മാർ പറയുന്നു. അവരുടെ പരസ്പരമുള്ള ഹൃദയഗ്രന്ഥിയാണെന്ന് മഹാന്മാർ പറയുന്നു. ജനത്തിന് അതിൻ്റെ ഫലമായിട്ട് ആ വീട്, കൃഷിസ്ഥലം, ബന്ധുമിത്രാദികൾ എന്നിവയാൽ ആ അഹം, ഞാൻ, എൻ്റേത് എന്ന വ്യാമോഹം വരുന്നു. ആ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഈ ഇണക്കം കൊണ്ട് അവർക്ക് പരസ്പരമുള്ള ആ ഹൃദയഗ്രന്ഥിയാണെന്ന്, ആ ഇണക്കം എങ്ങനെ വരുന്നു, അവർ തമ്മിലുള്ള ആ ഹൃദയഗ്രന്ഥിയുടെ ആ ഒത്തുചേരൽ കൊണ്ടാണ് ആ ഇണക്കം വരുന്നത്. അങ്ങനെയാണെന്ന് പറയുന്നു. അങ്ങനെ ആ ജനത്തിന്, അങ്ങനെയുള്ള ജനത്തിന് അതിൻ്റെ ഫലമായിട്ട് ആ പരസ്പരം ആ മിഥുനീഭൂയമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് അതിൻ്റെ ഫലമായിട്ട് ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തൈഹി, വീട്, കൃഷിസ്ഥലം, ബന്ധുമിത്രാദികൾ എന്നിവയിൽ അഹം, മമ, ഞാൻ, എൻ്റേത് എന്ന ആ വ്യാമോഹം വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പുംസഹ പുരുഷൻ്റെയും, അതാണ് പുംസഹ സ്ത്രീയുടെയും, ഏതം മിഥുനീഭാവമേതം, ഏതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഥുനീഭാവം, ഈ ഇണക്കത്തെ തയോഹോ അവർക്ക് തയോഹോ
പരസ്പരമുള്ള ഹൃദയഗ്രന്ഥിയാണ് കൊണ്ട് ആണെന്ന് പറയപ്പെടുന്നു, മഹാന്മാർ പറയപ്പെടുന്നു എന്നർത്ഥം. ജനസ്യ അതോ ഗൃഹക്ഷേത്രസുതാപ്ത വിത്തേർ, ജനസ്യ ജനത്തിന്, അതഹ അതിൻ്റെ ഫലമായിട്ട്, ജനത്തിന് അതഹ അതിൻ്റെ ഫലമായിട്ട്, ഗൃഹക്ഷേത്രസുതാപ്ത വിത്തൈഹി വീട്, കൃഷിസ്ഥലം, ബന്ധുമിത്രാദികൾ എന്നിവയാൽ, അഹം മമ ഞാൻ എൻ്റേത്, ഇതി എന്ന അയം മോഹ ഈ വ്യാമോഹം വരുന്നു. എന്നുകൂടി പറയാം. പുംസഹ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഏതം ഈ മിഥുനീഭാവം ഇണക്കത്തെ, തയോഹോ അവർക്ക്, മിഥഃ പരസ്പരമുള്ള, ഹൃദയഗ്രന്ഥിയാണെന്ന് ആഹുഹു മഹാന്മാർ പറയുന്നു. ജനസ്യ ജനത്തിന്, അതഹ അതിൻ്റെ ഫലമായിട്ട്, ഗൃഹക്ഷേത്രസുതാപ്ത വിത്തേഹി വീട്, കൃഷിസ്ഥലം, ബന്ധുമിത്രാദികൾ എന്നിവയാൽ, അഹം മമ ഞാൻ എൻ്റേത്, ഇതി എന്ന അയം മോഹ ഈ വ്യാമോഹം വരുന്നു. അപ്പോൾ പുംസഃ സ്ത്രീയാ ഏതം മിഥുനീഭാവം തയോഹോ മിഥഃ ഹൃദയഗ്രന്ഥിം ആഹുഹു. ജനസ്യ അതഃ ഗൃഹക്ഷേത്രസുതാപ്ത വിത്തൈഹി അഹം മമ ഇതി അയം മോഹ. എന്നുകൂടി പറയാം. പുംസഃ സ്ത്രീയാ ഏതം മിഥുനീഭാവം തയോഹോ മിഥഃ ഹൃദയഗ്രന്ഥിം ആഹുഹു. ജനസ്യ അതഃ ഗൃഹക്ഷേത്രസുതാപ്ത വിത്തൈഹി അഹം മമ ഇതി അയം മോഹ. പുരുഷൻ്റെയും സ്ത്രീയുടെയും ഈ ഇണക്കത്തെ അവർക്ക് പരസ്പരമുള്ള ഹൃദയഗ്രന്ഥിയാണെന്ന് മഹാന്മാർ പറയുന്നു. ആ ജനത്തിന് അതിൻ്റെ ഫലമായിട്ട് ആ വീട്, കൃഷിസ്ഥലം, ബന്ധുമിത്രാദികൾ എന്നിവയാൽ ഞാൻ എൻ്റേത് എന്ന ആ വ്യാമോഹം വരുന്നു. സ്ത്രീ പുരുഷ ബന്ധം അറുക്കാൻ പറ്റാത്ത ഒരു ഹൃദയഗ്രന്ഥിയായിട്ട് മഹാന്മാർ പറയുന്നു അർത്ഥം. ഗൃഹം, കൃഷിനിലം, പുത്രൻ, മിത്രങ്ങൾ, വിത്തം എന്നിവയിലേക്ക് എൻ്റേത് ഞാൻ എന്ന മിഥ്യാഭിമാനത്തിന് ആ ബന്ധം വഴിയൊരുക്കുന്നു. അതാണ് ഗൃഹസ്ഥനായാലത്തെ അപകടം എന്ന് പറയുന്നു. പുംസഹ പുമാൻ സ്ത്രീയോടുകൂടി, ഏതം മിഥുനീഭാവം ഈ ചേർച്ചയെ, തയോഹോ മിഥഃ അവരുടെ അന്യോന്യം, ഹൃദയഗ്രന്ഥി എന്ന് ആഹു പറയുന്നു. തതഃ ഈ കാരണത്താൽ, ഗൃഹക്ഷേത്രസുതാപ്ത വിത്തൈഹി ആ ഗൃഹം, ക്ഷേത്രം, സുതന്മാർ, ആപ്തന്മാർ, ധനങ്ങൾ എന്നിവയോടുകൂടി, ജനസ്യ ആ ജനത്തിന്, അഹം മമ ഇതി ഞാൻ എൻ്റേത് എന്നുള്ള അയം മോഹ ഈ അധ്യാസം ഭവതി ഉണ്ടാകുന്നു. എന്നുകൂടി പറയാം. പുംസഹ പുമാൻ സ്ത്രീയോടുകൂടി, ഏതം മിഥുനീഭാവം ഈ ചേർച്ചയെ, തയോഹോ മിഥഃ അവരുടെ അന്യോന്യം, ഹൃദയഗ്രന്ഥി എന്ന് ആഹുഹു പറയുന്നു. തതഃ ഈ കാരണത്താൽ, ഗൃഹക്ഷേത്രസുതാപ്ത വിത്തൈഹി ഗൃഹം, ക്ഷേത്രം, സുതന്മാർ, ആപ്തന്മാർ, ധനങ്ങൾ എന്നിവയോടുകൂടി, ജനസ്യ ആ ജനത്തിന്, അഹം മമ ഇതി ഞാൻ എൻ്റേത് എന്നുള്ള അയം മോഹ ഈ അധ്യാസം ഭവതി ഉണ്ടാകുന്നു. ഉപയോഗാർത്ഥം സ്ത്രീയോട് ചേർന്ന് ആ ശാസ്ത്രമര്യാദയെ അനുസരിച്ചുള്ള സുഖത്തെ മാത്രം അനുഭവിക്കുന്ന പുരുഷന് താപങ്ങൾ ഉണ്ടാവാൻ എന്തു കാരണം എന്ന ശങ്കയെ പരിഹരിച്ചുകൊണ്ട് ആ സ്ത്രീ വിഷയത്തെക്കുറിച്ചുള്ള ആഗ്രഹത്തെ വിവേകപൂർവം പരിത്യജിക്കേണ്ടതാണെന്ന് കാണിക്കുന്നു. സ്ത്രീ പുമാന്മാരുടെ അന്യോന്യ യോജിപ്പിനെ അവരുടെ അന്യോന്യ ഹൃദയഗ്രന്ഥിയായിട്ട് വിവേകികൾ പറയുന്നു. അല്ലാതെ തന്നെ അവർക്ക് വെവ്വേറെ ഹൃദയഗ്രന്ഥികൾ ഉണ്ട്. ഈ അന്യോന്യ സംഗമത്തെ ദുർഭേദമായിരിക്കുന്ന മറ്റൊരു ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നു. ഗണ്ഡസ്യോപരി പിടകഃ കൂനിന്മേലൊരു കുരു, ഗണ്ഡസ്യോപരി പിടകഃ എന്നാണ്. കൂനിന്മേലൊരു കുരു എന്ന ന്യായത്തിൽ സ്വശരീരത്തിലുള്ള അഭിമാനം നിമിത്തം അനുഭവിക്കുന്ന ക്ലേശരൂപമായിരിക്കുന്ന ഹൃദയഗ്രന്ഥിയെ തന്നെ ഭേദിപ്പാൻ കഴിയാതിരിക്കെ, പുരുഷൻ അന്യമായ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും എൻ്റേതെന്നും ഞാനെന്നും കൂടി അഭിമാനിക്കുന്നത് കൊണ്ട്, ഗൃഹം, കൃഷി, പുത്രന്മാർ, ബന്ധുക്കൾ, ഗൃഹോപയോഗികളായിരിക്കുന്ന ഉപകരണങ്ങൾ ഇവയിൽ കൂടി ഞാനെന്നും എൻ്റേതെന്നുമുള്ള അധ്യാസത്താൽ ശക്തി കുറേ കൂടി അധികരിക്കുന്നു അർത്ഥം. അപ്പോൾ പുംസഃ സ്ത്രീയാ മിഥുനീഭാവം തയോഹോ അന്യം മിഥഃ ഹൃദയഗ്രന്ഥിയും ആഹു. പുരുഷൻ്റെ സ്ത്രീയോടുകൂടി ശക്തിപൂർവമുള്ള കൂടിച്ചേരൽ
അവരുടെ മറ്റൊരു വലിയ ഹൃദയഗ്രന്ഥിയായിട്ട് മഹാത്മാക്കൾ പറയുന്നു. സർവർക്കും പ്രത്യേകം പ്രത്യേകം മുമ്പ് തന്നെ ഓരോ ഹൃദയഗ്രന്ഥിയുണ്ട്. ഇത് അതിനേക്കാൾ ദുർഭേദ്യമായിരിക്കുന്ന മറ്റൊരു ഹൃദയഗ്രന്ഥിയാണ്. അതഃ ഗൃഹക്ഷേത്രസുത ആപ്തവിത്തൈ ജനസ്യ അയം അഹം മമേതി മോഹ ഭവതി. അതിൽ നിന്നാണ് ഗൃഹം, പാടം, പുത്രന്മാർ, സുഹൃത്തുക്കൾ, ധനം എന്നിവ കൊണ്ട് പ്രാണികൾക്ക് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഈ മോഹം വന്നു ചേരുന്നത്, മഹാമോഹം വന്നു ചേരുന്നത്. പ്രത്യേകമുള്ള അഹങ്കാരഗ്രന്ഥിയിൽ നിന്നു തന്നെ അഹങ്കാരാദികൾ വരും. ഇതിൽ നിന്നാകട്ടെ 1000 വസ്തുക്കളിൽ അത് അധികം വരുമെന്ന് ആണ് ഭാവം. ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറയണമെന്ന് നോക്കാം. യഥാചാസ്യ സ്ത്രീ പുംസയോർ മിഥുനീഭാവം, സ്ത്രീ പുരുഷന്മാരുടെ ഈ മിഥുനഭാവം ഹൃദയഗ്രന്ഥിമാഹു, ഒരു ഹൃദയഗ്രന്ഥി മൂലം ആണെന്ന് പറയപ്പെടുന്നു. യഥാചാസ്യ ദൃഢോ ഹൃദയഗ്രന്ഥിർ ജ്ഞാനേന ശിഥിലോ ഭവതി. അപ്പോൾ ഇതുമൂലം, ഈ ഗ്രന്ഥി മൂലം, യഥാചാസ്യ ദൃഢോ, ആ ഹൃദയഗ്രന്ഥിയുടെ ആ ബന്ധം ദൃഢമായിട്ട്, അജ്ഞാനേന ഗ്രന്ഥിർ അജ്ഞാനേന ശിഥിലോ, ആ അറിവില്ലാത്തത് കൊണ്ട് ആ ശിഥിലമായിട്ട് ഭവിക്കുന്നു എന്നർത്ഥം. യഥാചാസ്യ ദൃഢോ ഹൃദയഗ്രന്ഥിർ അജ്ഞാനേന ശിഥിലോ ഭവതി. യഥാചാസ്യ ദൃഢോ, ഇതിൽ ദൃഢമായിരിക്കുന്ന ആ ഹൃദയഗ്രന്ഥി ജ്ഞാനം, ഹൃദയഗ്രന്ഥിർ ജ്ഞാനേന ശിഥിലോ ഭവതി. ആ ഹൃദയഗ്രന്ഥിയിലുള്ള ആ ഭാവം, ആ ദൃഢത ജ്ഞാനം കൊണ്ട് ശിഥിലമാവുന്നു. ജ്ഞാനം കൊണ്ടാണ് ശിഥിലമാവുന്നത്. അതാണ് ജ്ഞാനേന ശിഥിലോ ഭവതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്ത്രീ പുംസയോർ മിഥുനീഭാവം ഹൃദയഗ്രന്ഥിമാഹു, ആ സ്ത്രീ പുരുഷന്മാരുടെ മിഥുനഭാവം ആ ഹൃദയഗ്രന്ഥികളുടെ പരസ്പരം ആകർഷണം കൊണ്ടാകുന്നു. ഒന്നിച്ചു ചേരുന്നു. ആ ഹൃദയഗ്രന്ഥി ഒന്നായി തീരുമ്പോൾ വീണ്ടും ആ യഥാചാസ്യ ദൃഢോ, ആ ഹൃദയഗ്രന്ഥിയിൽ ആ ദൃഢമായിരിക്കുന്ന അതിൽ ജ്ഞാനം, ആ ഹൃദയഗ്രന്ഥിയുടേതായിരിക്കുന്ന അവസ്ഥ, ആ ജ്ഞാനം ശിഥിലോ ഭവതി, അതുകൊണ്ടുണ്ടാവുന്ന അവസ്ഥകളെ ജ്ഞാനം കൊണ്ട് ശിഥിലമാക്കി തീർക്കുന്നു. ഭവതി തഥാ, അങ്ങനെ തഥാ സ്ത്രീ സ്വരൂപ മിഥുനീഭാവാത് നിവർത്തതേ തതോഹങ്കാരം, ആ സ്ത്രീ പുരുഷൻ എന്നുള്ള ആ മിഥുനഭാവം നിവർത്തിതമായിട്ട് തതോ അഹങ്കാരം ഹിത്വ, അതിൽ നിന്നും വരുന്ന അഹങ്കാരത്തെ ഉപേക്ഷിച്ചിട്ട് മുക്തസംഗഹസൻ, മുക്തനായിട്ട് ഭവിക്കുന്നു. പരംപദം യാതി, പരമപദത്തെ പ്രാപിക്കുന്നു. അപ്പോൾ സ്ത്രീ പുരുഷ മിഥുനീഭാവം കൊണ്ട് ആ ഹൃദയഗ്രന്ഥിക്ക് ശക്തി കൂടുന്നു. ആ ഹൃദയഗ്രന്ഥിയെ ജ്ഞാനം ശിഥിലമാക്കുന്നു. യഥാചാസ്യ ദൃഢോ ഗ്രന്ഥിർ ജ്ഞാനേന ശിഥിലോ ഭവതി, ജ്ഞാനം കൊണ്ട് അത് ശിഥിലമാവുന്നു. അല്ലാത്തിടത്തോളം അത് ആ ഗൃഹക്ഷേത്ര സുതാപ്തവിത്തൈ ജനസ്യ, ആ ഗൃഹം, ക്ഷേത്രം, സുതന്മാർ, ആപ്തന്മാർ, വിത്തം, ധനം എന്നിവയിൽ ജനങ്ങൾക്കുള്ള മഹാമോഹത്തെ അഹം മമേതി, ഞാൻ, എൻ്റെ എന്നുള്ള ആ ഭാവത്തിൽ അതിനെ വളർത്തുന്നു, മഹാമോഹത്തെ വളർത്തുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
സ്ത്രീ പുരുഷ ബന്ധം മറുക്കാൻ പറ്റാത്ത ഒരു ഹൃദയഗ്രന്ഥിയായിട്ട് മഹാത്മാൻ പറയുന്നു. അതുകൊണ്ടാണ് ആ ഗൃഹസ്ഥത്തിൽ അവർക്ക് മോഹമുണ്ടാവുന്നത്. അപ്പം അടുത്ത ശ്ലോകം നോക്കാം. യഥാ മനോഹൃദയഗ്രന്ഥിരസ്യ കർമാനുബദ്ധോ ദൃഢ ആശ്ലഥേത തദാ ജനഃസംപരിവർത്തതേസ്മാൻ മുക്തപരം യാത്യധികായ ഹേതും. യഥാ മനോഹൃദയഗ്രന്ഥിരസ്യ കർമാനുബദ്ധോ ദൃഢം ആശ്ലഥേത തദാ ജനഃസംപരിവർത്തതേസ്മാൻ മുക്തപരം യാത്യധികായ ഹേതും. എപ്പോഴാണ് ഇവൻ്റെ ആ കർമ്മങ്ങളാൽ ബദ്ധം ആയതും ബലപ്പെട്ടതും ആ മനസ്സിനെ സംബന്ധിച്ചതുമായിരിക്കുന്ന ആ ഹൃദയഗ്രന്ഥി അറുക്കപ്പെടുന്നത്, അതിൽ നിന്നും വിമുഖത വരുന്നത്, വൈരാഗ്യം വരുന്നത്, വിരക്തി വരുന്നത്, അപ്പോൾ ഈ മമതാബന്ധത്തിൽ നിന്നും ആ മനുഷ്യൻ തികച്ചും പിന്തിരിഞ്ഞിട്ട് ആ അഹങ്കാര കാരണം ആയതിനെ ഉപേക്ഷിച്ചിട്ട്, ആ ശരീരബന്ധത്തെ ഉപേക്ഷിച്ചിട്ട് മുക്തനായി തീർന്നിട്ട് പരമപദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. യഥാ മനോഹൃദയഗ്രന്ഥിരസ്യ കർമാനുബദ്ധോ ദൃഢ ആശ്ലഥേത തദാ ജനഃസംപരിവർത്തതേസ്മാൻ മുക്തപരം യാത്യധികായ ഹേതും. യഥാ എപ്പോഴാണ് അസ്യ ഇവൻ്റെ കർമാനുബദ്ധ ആ കർമ്മങ്ങളാൽ ബദ്ധമായതും കർമ്മങ്ങളാൽ ബദ്ധമായിട്ടുള്ളതും എപ്പോഴാണ് ഇവൻ്റെ ആ കർമ്മങ്ങളാൽ ബദ്ധമായതും ദൃഢ ബലപ്പെട്ടതും മനോഹൃദയഗ്രന്ഥി ആ മനസ്സിനെ സംബന്ധിച്ചതുമായിരിക്കുന്ന ഹൃദയഗ്രന്ഥി ആശ്ലഥേത ഈ ഹൃദയഗ്രന്ഥി അറുക്കപ്പെടുന്നത്, ആശ്ലഥേത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുക്കപ്പെടുന്നത്. തദാ അപ്പോൾ അസ്മാത് ഈ മമതാബന്ധത്തിൽ നിന്നും ജനഹ മനുഷ്യൻ സംപരിവർത്തതേ തികച്ചും പിന്തിരിയുന്നു, ഹേതും അതിൻ്റെ കാരണമായിരിക്കുന്ന അഹങ്കാര കാരണമായതിനെ അതിഹായ ഉപേക്ഷിച്ചിട്ട് അതിഹായ മുക്തനായി തീർന്നിട്ട് പരംപദം പരമപദത്തെ യാതി പ്രാപിക്കുകയും ചെയ്യുന്നു. യഥാ മനോഹൃദയഗ്രന്ഥിരസ്യ കർമാനുബദ്ധോ ദൃഢ ആശ്ലതേത ആ കർമ്മബന്ധത്താൽ ബലപ്പെട്ടതായിരിക്കുന്ന ആ മനസ്സാകുന്ന ആ ഗ്രന്ഥി എപ്പോഴാണോ അറുക്കപ്പെടുന്നത് ദൃഢ ആശ്ലതേത അപ്പോൾ ആ ജനം അതിന് കാരണമായിരിക്കുന്ന ആ കർമ്മബന്ധത്തിന് കാരണമായിരിക്കുന്ന ആ അഹങ്കാരത്തിൽ നിന്ന് മുക്തനായിട്ട് ആ അഹങ്കാരത്തെ ഉപേക്ഷിച്ചിട്ട് ആ പരമമായിരിക്കുന്ന പദത്തെ പ്രാപിക്കുന്നു. യഥാ എപ്പോഴാണ് അസ്യ ഇവൻ്റെ കർമാനുബദ്ധ കർമ്മങ്ങളാൽ ബദ്ധമായതും ദൃഢ ബലപ്പെട്ടതും മനോഹൃദയഗ്രന്ഥി മനസ്സിനെ സംബന്ധിച്ചതുമായിരിക്കുന്ന ഹൃദയഗ്രന്ഥി ആശ്ലഥേത അറുക്കപ്പെടുന്നത് തദാ അപ്പോൾ അസ്മാത് ഈ മമതാബന്ധത്തിൽ നിന്നും ജനഃ മനുഷ്യൻ അതിനെ അതിഹായ ഉപേക്ഷിച്ച് മുക്തനായി തീർന്ന് പരമപദത്തെ യാതി പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പം യഥാ അസ്യ കർമാനുബദ്ധ ദൃഢ മനോഹൃദയഗ്രന്ഥി ആശ്ലഥേത തദാ അസ്മാത് ജനഃ സംപരിവർത്തതേ ഹേതും അതിഹായ മുക്തഃ പരം പദം യാതി. യഥാ അസ്യ കർമാനുബദ്ധഃ ദൃഢഃ മനോഹൃദയഗ്രന്ഥി ആശ്ലഥേത തദാ അസ്മാത് ജനഃ സംപരിവർത്തതേ ഹേതും അതിഹായ മുക്തഃ പരം യാതി. എപ്പോഴാണ് ഇവൻ്റെ ആ കർമ്മങ്ങളാൽ ബദ്ധമായതും ബലപ്പെട്ടതും മനസ്സിനെ സംബന്ധിച്ചതുമായിരിക്കുന്ന ഹൃദയഗ്രന്ഥി അറുക്കപ്പെടുന്നത്, അപ്പോൾ ഈ മമതാബന്ധത്തിൽ നിന്നും മനുഷ്യൻ തികച്ചും പിന്തിരിയുന്നു, അഹങ്കാര കാരണമായതിനെ ഉപേക്ഷിച്ച് മുക്തനായി തീർന്ന് പരമപദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. കർമ്മത്താൽ ബന്ധിക്കപ്പെട്ടതും അറുക്കാൻ പ്രയാസമേറിയതുമായിരിക്കുന്ന ആ ഹൃദയഗ്രന്ഥിയെ പൊട്ടിച്ചെറിയാൻ കഴിഞ്ഞാൽ മനുഷ്യൻ കാരണാത്മകമായിരിക്കുന്ന അഹങ്കാരത്തെ ആ മമതാഭാവത്തെ ഉപേക്ഷിച്ചിട്ട് മുക്തനായിട്ട് പരമപദത്തെ പ്രാപിക്കുന്നു.
അപ്പോൾ കർമാനുബന്ധ, കർമ്മങ്ങളോട് യോജിച്ചിരിക്കുന്ന ദൃഢ, ഉറപ്പായിരിക്കുന്ന മനഃ, ആ ഹൃദയഗ്രന്ഥി, മനോരൂപമായിരിക്കുന്ന ഹൃദയഗ്രന്ഥി, യഥാ ആശ്ലഥേത, എപ്പോൾ ശിഥിലമാകുന്നുവോ, തഥാ ജനഃ, അപ്പോൾ ആ ജനം അസ്മാത്, ഇതിൽ നിന്നും മുക്തഃ, മുക്തനായിട്ട്, സംപരിവർത്തതയെ, പിന്തിരിയുന്നു, ഹേതും, കാരണത്തെ അതിഹായ, ഉപേക്ഷിച്ചിട്ട്, പരമപുരുഷാർത്ഥത്തെ യാതി, പ്രാപിക്കുന്നു. ഇപ്പോൾ കർമാനുബന്ധ ദൃഢ മനഃ ഹൃദയഗ്രന്ഥി യഥാ ആശ്ലഥേത തഥാ ജനഃ അസ്മാത് മുക്തഃ സംപരിവർത്തതേ ഹേതും അതിഹായ പരം യാതി. കർമ്മങ്ങളോട് യോജിച്ചിരിക്കുന്ന ഉറപ്പായിരിക്കുന്ന ആ മനോരൂപമായിരിക്കുന്ന ഹൃദയഗ്രന്ഥി എപ്പോൾ ശിഥിലമാകുമോ അപ്പോൾ ജനം ഇതിൽ നിന്നും മുക്തനായിട്ട് പിന്തിരിയുന്നു, കാരണത്തെ ഉപേക്ഷിച്ചിട്ട് പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കുന്നു. എന്നാൽ ആ ഹൃദയഗ്രന്ഥിയിൽ നിന്നും എപ്പോൾ നിവൃത്തി കിട്ടും എന്നുള്ളതിനെ ഉപദേശിക്കുകയാണ്. ജന്മജന്മാന്തര കർമ്മങ്ങളോട്, ആ കർമ്മവാസനകളോട് ചേർന്നിരിക്കുന്ന ആ മനോരൂപമായിരിക്കുന്ന ഹൃദയഗ്രന്ഥിക്ക് എപ്പോൾ ശൈഥില്യം സംഭവിക്കുന്നുവോ, വൃത്തിരൂപേണ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് തന്നെയാണ് ഹൃദയഗ്രന്ഥിയുടെ രൂപം. വാസനയാണ് വൃത്തികൾ ഉണ്ടാവാൻ കാരണം. ആ വാസനകളെ വിവേകത്താൽ അടക്കുവാൻ ശക്തനായി വരുമ്പോൾ മനസ്സ് ശാന്തമായി തുടങ്ങും. ഈ അവസ്ഥയെയാണ് ഹൃദയഗ്രന്ഥിയുടെ ബലക്ഷയം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൃദയഗ്രന്ഥിയിൽ നിന്നും, ആ സംസാരബന്ധത്തിൽ നിന്നും വിരക്തനായി ഭവിച്ച് ജനം സംസാര കാരണമായിരിക്കുന്ന അഹങ്കാരത്തെ, സ്വശരീരത്തിൽ ഞാനെന്നുള്ള ഭാവത്തെ ഉപേക്ഷിച്ചിട്ട് പരമാത്മാവിനെ പ്രാപിക്കും. അഹന്ത നിമിത്തമാണ് മമതയുണ്ടാകുന്നത്. അഹന്തയുടെ നാശത്തിൽ മമതയും നശിക്കും. അത് രണ്ടും കൂടിയാണ് ഹൃദയഗ്രന്ഥി. അതിനാൽ ആദ്യമായിട്ട് അഹന്തയെ, അഹങ്കാരത്തെ, ശരീരാഭിമാനത്തെ ഉപേക്ഷിപ്പാൻ പരിശ്രമിക്കണം. അതിന് ശക്തി സിദ്ധിക്കുമ്പോൾ ജീവൻ മുക്തനായിട്ട് പരമപദത്തെ, പരമാത്മാവിനോടുകൂടി ഏകീഭാവത്തെ പ്രാപിക്കുവാൻ കഴിയും. ബഹുജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ അനുബന്ധം നിമിത്തം ഈ ഹൃദയഗ്രന്ഥിക്ക് ബലം അധികമുള്ളതിനാൽ അതിനെ ജയിപ്പാൻ പ്രയത്നം ആവശ്യമാണെന്ന് ധരിക്കേണ്ടതാണ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വാർത്ഥേ പ്രമത്തഃ യഥാ വിപശ്ചിൽ സൻ ഗുണേഹാം അയഥാ എന്ന് പറഞ്ഞു. പുംസഃ സ്ത്രീയാ മിഥുനീഭാവം തയോ അന്യം മിഥ ഹൃദയഗ്രന്ഥിം ആഹുഹു. പുരുഷൻ സ്ത്രീയോടുകൂടി ശക്തിപൂർവ്വം ഉള്ള ആ കൂടിച്ചേരൽ അവരുടെ മറ്റൊരു വലിയ ഹൃദയഗ്രന്ഥിയായിട്ട് പറയണമെന്ന് പറഞ്ഞു. സർവക്കും പ്രത്യേകം മുമ്പ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു ഹൃദയഗ്രന്ഥി. അപ്പോൾ ആ ദുർഭേദ്യമായ മറ്റൊരു ഹൃദയഗ്രന്ഥിയാണത്. അപ്പോൾ അതുകൊണ്ടാണ്, അതിൽ നിന്നാണ് ആഗ്രഹം, പാഠം, പുത്രന്മാർ, സുഹൃത്തുക്കൾ എന്നൊക്കെയുള്ള ആ മഹാമോഹം വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ യഥാ അസ്യ ജനസ്യ കർമാനുബദ്ധ ദൃഢ ഹൃദയഗ്രന്ഥി മനഃ ആശ്ലഥേത തഥാ ജനാ അസ്മാത് സംപരിവർത്തതേ ഹേതും അതിഹായ മുക്തഃ സൻ പരം യാതിച്ച. എപ്പോൾ ആ ജീവൻ്റെ കർമ്മവാസനകളാൽ ബന്ധിക്കപ്പെട്ടതും ദൃഢവുമായിരിക്കുന്ന അഹങ്കാരഗ്രന്ഥി രൂപമായിരിക്കുന്ന അന്ധക്കരണം ശിഥീകരിക്കുന്നുവോ, ശിഥിലമായി തീരുന്നുവോ, അപ്പോൾ ജനം ആ മിഥുനീഭാവരൂപമായിരിക്കുന്ന ഗ്രന്ഥിയിൽ നിന്നും നിവർത്തിക്കുകയും ഉപാധിരൂപമായിരിക്കുന്ന അഹങ്കാരം വിട്ട് മുക്തനായിത്തീർന്ന് ആ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞ ഒന്നും കൂടി അത് കഴിഞ്ഞ ഇതിൽ പറഞ്ഞു. ആ ഹൃദയഗ്രന്ഥിർ ജ്ഞാനേന ശിഥിലോ ഭവതി, ജ്ഞാനം കൊണ്ട് ആ ദൃഢമായിരിക്കുന്ന ഹൃദയഗ്രന്ഥി എപ്പോഴാണോ ശിഥിലമാവുന്നത് തഥാ, അപ്പോൾ ആ സ്ത്രീ പുംസരൂപ മിഥുനീഭാവാത് നിവർത്തതേ, സ്ത്രീ പുരുഷൻ തുടങ്ങിയിരിക്കുന്ന ആ മിഥുനഭാവത്തിൽ നിന്നും നിവർത്തി ഉണ്ടായിട്ട് തതോ അഹങ്കാരം, ആ അഹങ്കാരത്തെ, അതിൽ നിന്നുണ്ടാവുന്ന അഹങ്കാരത്തെ ഉപേക്ഷിച്ചിട്ട് മുക്തസംഗനായിട്ട് സൻ പരം പദം യാതി, ആ പരമമായിരിക്കുന്ന പദത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അത് അപ്പോൾ യഥാ അസ്യ ദൃഢോ ഹൃദയഗ്രന്ഥിർ ജ്ഞാനേന ശിഥിലോ ഭവതി തഥാ സ്ത്രീപുംസരൂപ മിഥുനീഭാവാത് നിവർത്തതേ തതോ അഹങ്കാരം ഹിത്വാ മുക്തസംഗഃ സൻ പരം പദം യാതി എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 10ാമത്തെ ശ്ലോകം. ഹംസേ ഗുരൗ മയി ഭക്ത്യാനുവൃത്യാ വിതൃഷ്ണയാ ദ്വന്ദ്വതിദീക്ഷയാ ച സർവത്ര ജന്തോർവ്യസനാവഗത്യാ ജിജ്ഞാസയാ
ജിജ്ഞാസയാ തപസേഹ നിവൃത്യ ഹംസേ ഗുരൗ മയി ഭക്ത്യാനുവൃത്യ വിതൃഷ്ണയാ ദ്വന്ദ്വതിദിക്ഷയാ ച സർവത്ര ജന്തോർവ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേഹ നിവൃത്യ. ഹംസേ ഗുരൗ ജ്ഞാനിയായിരിക്കുന്ന അർത്ഥം. ഹംസേ ജ്ഞാനിയായിരിക്കുന്ന നമ്മിൽ, ഗുരൗ ആ ഗുരുഭൂതനിൽ എന്ന പോലെയുള്ള ഭക്തി, തുടർച്ചയായ സേവനം, അനുവൃത്യ തുടർച്ചയായിരിക്കുന്ന സേവനം, അനാസക്തി, ദ്വന്ദ്വങ്ങളുടെ സഹനം, ജന്മം എടുത്തവന് എവിടെയും ആ ക്ലേശം ആണെന്ന ബോധം, ആ ജ്ഞാനേച്ഛ, ആ തപസ്, ആ കാമകർമ്മ പരിത്യാഗം, ഇവയൊക്കെ നമ്മളിൽ ഉണ്ടായിത്തീരണം. ഹംസേ ഗുരൗ മൈ ഭക്തിയാനുവൃത്യ. ഹംസേ ജ്ഞാനിയായിരിക്കുന്ന മൈ നമ്മിൽ, ഗുരൗ ഗുരുഭൂതനിൽ എന്ന പോലെയുള്ള ഭക്തി ഉണ്ടാവണം. അനുവൃത്യ തുടർച്ചയായിട്ടുള്ള ആ സേവനം ഉണ്ടാവണം. വിതൃഷ്ണയ അനാസക്തി, ആസക്തിയല്ല അനാസക്തി ഉണ്ടാവണം. ഈ സംസാരത്തിലുള്ള അനാസക്തി ഉണ്ടാവണം. ദ്വന്ദ്വതിദിക്ഷയ ദ്വന്ദ്വങ്ങളുടെ രണ്ട് വിധത്തിലുള്ള അവസ്ഥകളുടെ സഹനം, ഉഷ്ണം തണുപ്പ്, പിന്നെ രണ്ടായിരിക്കുന്ന അവസ്ഥകളുണ്ടല്ലോ, ചൂട് തണുപ്പ്, പിന്നെ ഇഷ്ടം അനിഷ്ടം എന്നൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ ദ്വന്ദ്ങ്ങളായിരിക്കുന്ന ആ ഏത് സമയത്തും നമ്മൾക്ക് ഒരേപോലെ ആ രണ്ടവസ്ഥകളെയും സഹിക്കാനുള്ള കൽപ്പുണ്ടാവണം. ജന്തോഹോ ജന്മമെടുത്തവന് സർവത്ര എവിടെയും വ്യസനാവഗത്യ ആ ക്ലേശം ആണെന്ന ബോധം, നമുക്ക് എവിടെയും ക്ലേശമാണെന്ന ബോധം ഉണ്ടാവണം. ജിജ്ഞാസയാ ജ്ഞാനേച്ഛ ഉണ്ടാവണം, അറിവിനുള്ള ഇച്ഛ ഉണ്ടാവണം. തപസ്സുണ്ടാവണം. ഈഹാനുവൃത്യ കാമകർമ്മ പരിത്യാഗം ഉണ്ടാവും, കാമകർമ്മങ്ങളെ പരിത്യജിക്കണം. ഇതൊക്കെ ഈ കർമ്മബദ്ധത്തിൽ നിന്നും ഒഴിവാക്കാൻ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ആ ഗുണങ്ങളെയാണ് ഇവിടെ പറയുന്നത്, ആ സാധനകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ജ്ഞാനിയായിരിക്കുന്ന നമ്മിൽ, ഗുരുഭൂതനിൽ എന്ന പോലെയുള്ള ഭക്തി, തുടർച്ചയായിരിക്കുന്ന സേവനം, അനാസക്തി, ദ്വന്ദ്ങ്ങളുടെ സഹനം, ജന്മമെടുത്തവന് എവിടെയും ആ ക്ലേശം ആണെന്ന ബോധം, ജ്ഞാനേച്ഛ, തപസ്, കാമകർമ്മ പരിത്യാഗം. പിന്നെയും പറയുന്നുണ്ട് എന്തൊക്കെ വേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ വിവേകിയായിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? ഞാൻ എന്ന ഭാവത്തെ ഉപേക്ഷിപ്പാൻ, കരുത്തു സമ്പാദിപ്പാനുള്ള 25 സാധനങ്ങളെയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ആ 25 സാധനങ്ങളെ ഓരോ ശ്ലോകങ്ങൾ വഴിയിട്ട് പറഞ്ഞു തരികയാണ്. ഈ വിവേകിയായിരിക്കുന്ന ഒരാൾ ഞാനെന്ന ഭാവത്തെ, ഈ അഹങ്കാരത്തെ ഉപേക്ഷിക്കാൻ കരുത്തു സമ്പാദിപ്പാനുള്ള 25 സാധനങ്ങൾ. ഈ സാധനങ്ങൾ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അഹങ്കാരത്തിൽ നിന്നും, ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള അഹങ്കാരത്തിൽ നിന്നൊക്കെ നമുക്ക് വിമുക്തമായിട്ട് ആ ശരീരാഭിമാനം വിട്ടിട്ട് ആ ആത്മാനുസന്ധാനത്തിൽ ആ ദൃഢമായിട്ട് ആ സംസാര ആസക്തി നശിച്ച് അദ്ദേഹത്തിന് ആ കർമ്മബന്ധത്തിൽ നിന്നും മോചിതരാവാൻ സാധിക്കും. അപ്പോൾ ആ സാധനങ്ങളെ എന്തൊക്കെയാണ്? ഒന്ന്, ജ്ഞാനിയായ ഞാൻ തന്നെയായ ഗുരുവിലുള്ള ഭക്തി, എന്നിൽ തന്നെ ഉള്ള ആ ഭക്തി, ജ്ഞാനം എന്നിൽ ഉണ്ട് വിചാരിച്ചുകൊണ്ട് ആ എന്നിലുള്ള ജ്ഞാനത്തെ ഉപാസിക്കുന്ന ആ ഗുരുവിലുള്ള ഭക്തി. പിന്നെ വൈരാഗ്യം, വിരക്തി, സംസാര ബന്ധങ്ങളിലുള്ള വിരക്തി, സുഖദുഃഖാദികളിലുള്ള ഏകീഭാവം. ഏതവസ്ഥകളിലും നമുക്ക് ഒരേ ഭാവം ഉണ്ടാവണം. സുഖം ഉണ്ടെന്ന് വിചാരിച്ചാൽ അധികം ആഹ്ലാദിക്കുകയോ, ദുഃഖം ഉണ്ടെന്ന് വിചാരിച്ചാൽ അമിതമായിട്ട് ദുഃഖിക്കുകയോ,
ചെയ്യുന്ന ഭാവമല്ല വേണ്ട, ഒരു സമത്വഭാവം, ദ്വന്ദ്വാവസ്ഥകളിലെ സമത്വഭാവം. ഇഹത്തിലും പരത്തിലും വ്യസനമുണ്ടെന്ന അറിവ് ഇവിടെയുണ്ടാവും. നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ആ വ്യസനം ഉണ്ടെന്ന അറിവുണ്ടാവണം. തത്വജിജ്ഞാസ, തത്വം എന്താണെന്ന് അറിയാൻ, എന്താണ് ആ തത്വം, ആ ഈശ്വരൻ ഞാൻ എന്നത് അറിയാനുള്ള ആ ജിജ്ഞാസ, ആ ജ്ഞാനേച്ഛ, തപസ്, കർമ്മത്യാഗം, കർമ്മത്തിൻ്റെ ത്യാഗം, ഇതൊക്കെയാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 10ാമത്തെ ശ്ലോകത്തിൽ അത് ഹംസേ ഗുരൗ മയി ഭക്തിയാനുവൃത്യ വിതൃഷ്ണയാ ദ്വന്ദ്വതിദിക്ഷയാ ച സർവത്ര ജന്തോർവ്യസനാവഗത്യാ ജിജ്ഞാസയാ തപസേഹാനുവൃത്യ. ഹംസേ ജ്ഞാനിയായ മയി നമ്മിൽ, ഗുരൗ ഗുരുഭൂതൻ എന്ന പോലെയുള്ള ഭക്തിയാ ഭക്തി, അനുവൃത്യ തുടർച്ചയായ സേവനം, വിതൃഷ്ണയാ അനാസക്തി, ദ്വന്ദ്വതിദിക്ഷയാ ച ദ്വന്ദ്വങ്ങളുടെ സഹനം, ജന്തോഹോ ജന്മമെടുത്തവന് സർവത്ര എവിടെയും വ്യസനാവഗത്യ ക്ലേശമാണെന്ന ബോധം, ജിജ്ഞാസയ ജ്ഞാനേച്ഛ, തപസ തപസ്, ഈഹാ നിവൃത്യ ആ കാമകർമ്മ പരിത്യാഗം. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഹംസേമയി ഗുരൗ ഭക്തിയ അനുവൃത്യ വിതൃഷ്ണയ ദ്വന്ദ്വതിദിക്ഷയാജ ജന്തോഹോ സർവത്ര വ്യസനാവഗത്യ ജിജ്ഞാസയ തപസ ഈഹാ നിവൃത്യ എന്നുള്ളതായിട്ട് ആ അന്വയം. നമ്മിൽ ആ ഗുരുഭൂതനിൽ എന്ന പോലെയുള്ള ഭക്തി, തുടർച്ചയായിരിക്കുന്ന സേവനം, അനാസക്തി, ദ്വന്ദ്ങ്ങളുടെ സഹനം, ജന്മമെടുത്തവന് സർവത്ര വ്യസനം ക്ലേശങ്ങളുണ്ടെന്ന ബോധം, ജ്ഞാനേച്ഛ, തപസ്, ആ കാമകർമ്മ പരിത്യാഗം. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതോ ഗൃഹക്ഷേത്രസുതാപ്തവിത്തേർജനസ്യ മോഹോയം അഹം മമേതി യഥാ മനോഹൃദയഗ്രന്ഥിരസ്യ കർമാനുബദ്ധോ ദൃഢ ആശ്ലഥേതേ തദാ ജനസ്സംപരിവർത്തതേ സ്മാത് മുക്ത പരം യാതി അതിഹായ ഹേതും. അപ്പോൾ എങ്ങനെയാണ് ആ അത്രയും ശക്തി ഉണ്ടാക്കി തീർക്കണം എന്നുള്ളതിനുള്ള ആ 25 സാധനങ്ങൾ. ഹംസേ ഗുരൗ മയി ഭക്തിയാനുവൃത്യ വിതൃഷ്ണയാ ദ്വന്ദ്വതിദിക്ഷയാ ച സർവത്ര ജന്തോർവ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേഹാ നിവൃത്യ എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറയണം. ഹംസേ ഗുരൗ ഹംസതുല്യനായിരിക്കുന്ന ഗുരുവിലും, മയി എന്നിലും, ഭക്തിയ ഭക്തി കൊണ്ടും, അനുവൃത്യ അനുസരണം കൊണ്ടും, വിതൃഷ്ണയ ആശാത്യാഗം കൊണ്ടും, ദ്വന്ദ്വതിദിക്ഷയ സുഖദുഃഖങ്ങളിലുള്ള ക്ഷമ കൊണ്ടും, ജന്തോഹോ പ്രാണിക്ക് സർവത്ര എല്ലാ ദിക്കിലും വ്യസനാവഗത്യ വ്യസനമാണെന്ന് അറിയുന്നത് കൊണ്ടും, ജിജ്ഞാസയ അറിയണമെന്ന താല്പര്യം കൊണ്ടും, തപസ തപസ് കൊണ്ടും, ഈഹാ നിവൃത്യ കർമ്മത്യാഗം കൊണ്ടും നമുക്ക് ഈ അഹം മമേതി ആ ബന്ധങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. അത് ആ അഹങ്കാരത്തെ, മഹദഹങ്കാരത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. അഹന്താരൂപമായിരിക്കുന്ന കാരണം നശിക്കുമ്പോൾ ഹൃദയഗ്രന്ഥി നശിക്കുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പം കാരണനാശത്തിൻ്റെ പരിശ്രമം അധികം ആവശ്യമാണെന്ന് മുമ്പ് സൂചിപ്പിച്ചു. ഇപ്പോൾ ഇന്ന വിധമാണ് അത് പരിശ്രമിക്കേണ്ടതെന്ന് 4 ശ്ലോകം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകമാണ് നിരൂപിക്കുന്നത്. ജലത്തിൽ കലർന്നിരിക്കുന്ന പാലിനെ വേർതിരിച്ചെടുക്കുന്ന ഹംസപക്ഷിയെ പോലെ ജഡത്തിൽ കലർന്നിരിക്കുന്ന ചൈതന്യത്തെ വേർതിരിച്ചെടുക്കാൻ ശക്തനായിരിക്കുന്ന ഗുരുവിലും, ഈശ്വരനായ എന്നിലും പരമപ്രേമലക്ഷണം ആയിരിക്കുന്ന ആ ഭക്തി, സേവ, വിഷയാനുഭവത്തിൽ ആഗ്രഹം ഇല്ലായ്മ, സുഖദുഃഖങ്ങളെ സഹിപ്പാനുള്ള ക്ഷമ, ഇഹത്തിലും പരത്തിലും ആ പ്രാണികൾക്ക് ദുഃഖമല്ലാതെ സുഖാനുഭവം എന്നുള്ള ആ കാഴ്ച, ആ ഇന്ദ്രിയങ്ങളെ അടക്കുവാൻ ഉപകരിക്കുന്ന ആഹാര നിയമം മുതലായുള്ള ആ തപസ്, കാമ്യകർമ്മങ്ങളുടെ പരിത്യാഗം, സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയുവാനുള്ള താല്പര്യം എന്നീ സാധനകൾ അഹങ്കാരജയത്തിൽ നമ്മളെ സഹായിക്കുന്നവയാകുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകം കൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യാഖ്യാനത്തിൽ ഹംസേ ഗുരൗ മയി ഭക്തിയ എന്നിലുള്ള ആ ഭക്തി, ഗുരുത്വത്തിലുള്ള ഭക്തി, ദ്വന്ദ്വതിദിക്ഷയ ദ്വന്ദ്ങ്ങളിലുള്ള തിദിക്ഷ, പരലോകീപി ദുഃഖാനുസന്ധാനേ
ഇഹലോകത്തിലും പരലോകത്തിലും ദുഃഖം ആണ് അനുഭവം. അനുസന്ധാനേന ആത്മജിജ്ഞാസയ, ആത്മാവിനെ അനുസന്ധാനം ചെയ്യാനുള്ള ജിജ്ഞാസ. തപസ്, കാമ്യകർമ്മത്യാഗം, കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കൽ. ഇതൊക്കെ ഈ ദേഹാഭിമാനത്തെ ഒഴിവാക്കാനുള്ള സാധനങ്ങളായിട്ട് പറയുന്നു. ഹംസേ ഗുരൗ മൈ ഭക്തിയ ദ്വന്ദ്വതിദക്ഷയ പരലോകേപി ദുഃഖാനുസന്ധാനേനാത്മജിജ്ഞാസയാ തപസാ കാമ്യകർമ്മത്യാഗേന. ഒന്നുകൂടി ചൊല്ലാം. ഹംസേ ഗുരൗ മൈ ഭക്തിയ ദ്വന്ദ്വതിദീക്ഷയാ പരലോകേപി ദുഃഖാനുസന്ധാനേനാത്മജിജ്ഞാസയാ തപസാ കാമ്യകർമ്മത്യാഗേന. ബാക്കിയുള്ള ആ സാധനകളെ പറ്റി അടുത്ത 3 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു. അത് അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ.